ബൈ. നമ്മൾ ലാസ്റ്റ് വയനാട് ട്രിപ്പിന് ശേഷം അടുത്ത ട്രിപ്പായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ എവിടെയാണ് നമ്മൾ മൂകാംബികയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂകാംബിക ഇപ്പോൾ ട്രെയിൻ ഇറങ്ങിയിട്ട് നടക്കുകയാണ്. ഭയങ്കര വെയില. ഇന്നലെ ട്രെയിൻ ലേറ്റ് ആയിരുന്നു. നമ്മൾ ഇന്നലെ ആക്ച്വലി എറണാകുളത്ത് നിന്ന് കയറിയിട്ട് അവിടെ നിന്ന് ഇപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ എത്തി മൂകാംബിക റോഡിൽ ഇറങ്ങി. ഇനിയിപ്പം അങ്ങോട്ട് പോകണം. നമ്മളിവിടെ കുറേ 2-3 വ്ളോഗേഴ്സൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. ഇത് നമ്മുടെ ഒരു കസിനാണ്. ചേട്ടാ പരിചയപ്പെടുത്തി. ചേട്ടനും ഇവിടെ ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്യുന്നത്. ബാക്കി ആൾക്കാരൊക്കെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. നമുക്ക് വഴിയെ പരിചയപ്പെടാം. അപ്പോൾ ബൈ. നമ്മൾ സ്റ്റേഷനിൽ തന്നെ നമ്മൾ വണ്ടിയൊക്കെ കയറാൻ പോകണേ ഉള്ളൂ. എല്ലാവരും ഇപ്പം വന്നപ്പോൾ ചായയൊക്കെ കുടിച്ച് ഇവിടെ ഇരിക്കുകയായിരുന്നു. കുറച്ച് ലേറ്റായി ഓൾറെഡി. അപ്പോൾ എല്ലാവരും വണ്ടി വല്ലതും കിട്ടുമോയെന്ന് ഇങ്ങനെ നോക്കുന്നത്. നമ്മളൊക്കെ നോക്കട്ടെ വണ്ടി കിട്ടുമോ, എന്നിട്ട് നമുക്ക് അവിടേക്ക് പോവാം. വീഡിയോസ് ഒക്കെ വരുന്ന വഴി കാണാം. അവിടുന്ന് വണ്ടിയെ കയറി എല്ലാവരും നല്ല സുഖമായിട്ട് വിശാലമായിട്ടിരുന്നാ പോകുന്നത്. ഇരിക്കുന്നുണ്ട് അറിയാമല്ലോ. ഫ്രണ്ടിലാവൻ ട്രിപ്പുണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് ബാക്കി കാഴ്ച കാണാം. നമ്മൾ റൂമിലെത്തി. ഇതാണ് നമ്മൾ താമസിക്കുന്ന റൂം. നമ്മൾ 2 റൂം എടുത്തിട്ടുണ്ട്. 2 റൂം എടുത്തേക്കുന്നത് 2 മണി വരെ പ്രശ്നം മാത്രം മതി. അപ്പോൾ അകത്തേക്ക് നോക്കട്ടെ. നമ്മൾ ഇറങ്ങി. ഭയങ്കര വെയിലാണ്. ഫുഡ് കഴിച്ച് സെറ്റായി കണ്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് എല്ലാവരും ഫ്രണ്ടിൽ പോകുന്നുണ്ട്. നമുക്ക് അമ്പലത്തിൽ ചെന്നിട്ട് കാണാം. ക്യൂയിൽ നിൽക്കുകയാണ്. വലിയ ക്യൂ പുറത്തൊന്നുമില്ല. ഇപ്പം നട അടച്ചേക്ക് വന്നു തോന്നുന്നു. അപ്പോൾ ഇവിടുത്തെ ക്യൂവിൽ കയറിയതേ ഉള്ളൂ. ചെറിയ ക്യൂവാണ്. പെട്ടെന്ന് തിരുവായിരിക്കും. നട തുറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരുവായിരിക്കും. അവിടെ നിന്നാണ് കയറുന്നത്. ഇത് അപ്പുറത്തോട്ട് നിന്ന് അങ്ങോട്ട് നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു. നല്ല ക്യൂ ഉണ്ട്. നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ കുറച്ചുള്ളായിരുന്നു. കറങ്ങി വന്നപ്പോൾ എത്താറായി. പക്ഷേ ഒരുപാട് വരുന്നു. അവരൊക്കെ ഇനി കുറേ നേരം നിൽക്കേണ്ടി വരുന്നു. നമുക്കിനി ഈ ഒരു വളവും കൂടെ കഴിഞ്ഞ് അമ്പലം എത്തി. 11 പൂജ ഉണ്ടോ അറിയില്ല. നട അടയ്ക്കില്ല. നോക്കാം. നമ്മളിപ്പോൾ കണ്ടത് എഴുന്നള്ളത്തിന് ഇറങ്ങി തന്നു. നമ്മൾ ക്യൂ തന്നെ നിൽക്കുക. അപ്പോൾ അവർ ഇപ്പം എത്ര ആണെന്ന് അറിയില്ല. അകത്ത് കയറിയാലും നമുക്കത് കയറത്തുള്ളൂ. ഇപ്പോൾ ഏതായാലും ക്യൂ ആരും വിടുന്നൊന്നുമില്ല. നല്ല തിരക്കാണ്. ക്യൂവിൽ കിടക്കുക. ഞങ്ങളത് തൊഴുതിറങ്ങി കുറേ നേരം. ഭയങ്കര ചൂടായിരുന്നു. നല്ല ചൂടാണ് കേട്ടോ. എന്നിട്ട് തൊഴുതിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അല്ലെങ്കിൽ വലിയ ക്യൂ ഉണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അധികമില്ല. സീസൺ അത്ര തിരക്കൊന്നുമില്ല. നോർമൽ തിരക്കേ ഉള്ളൂ. ഇനി ഞങ്ങൾ ഇറങ്ങി. ഇനി അടുത്ത എങ്ങോട്ടാ പ്ലാൻ അറിയില്ല. കുടജാദ്രി അല്ലെങ്കിൽ മുരുടേശ്വരി പോയി അവിടെ കുറച്ച് ഇറങ്ങിയിട്ട് രാത്രി ഉടുപ്പിച്ചേക്കാം. എന്തായാലും രാത്രി ഉടുപ്പിയിലോട്ടാ അവിടെ തീരുമാനിച്ചില്ല. നോക്കട്ടെ എങ്ങനെയാന്ന് കാണാം. ഓക്കെ.
സൗവർണികയിൽ വന്നതാ. സോറി, സൗവർണിക നദി അറിയാവുന്നവർക്കറിയാം. കാണിച്ചുതരാം. ഇതാണ് സൗവർണിക നദി. വെള്ളം തീരെ കുറവാണ്, മഴയില്ലല്ലോ, പക്ഷെ ക്ലീൻ വെള്ളമാണ്. എനിക്ക് തോന്നുന്നു വെള്ളം ഉള്ളപ്പോൾ ഭയങ്കര ആഴമുള്ള സ്ഥലം തോന്നുന്നു. ഡേഞ്ചർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എടാ അവിടെ ഉണ്ടെന്ന് തോന്നണം, ആ ഭാഗത്ത് വെള്ളമുണ്ട് കണ്ടോ. ഇവിടെ കുറച്ച് ആഴമുള്ള സ്ഥലമുണ്ട്, അതായിരിക്കും ഡേഞ്ചർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നിന്നിട്ട് വന്നു ചെല്ല്. അല്ല തണുത്ത വെള്ളം ആയിരിക്കും മിക്കവാറും. സൗവർണിക കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട്. നമ്മളിനി അടുത്തത് മുരുടേശ്വരത്തിനാണ് പോകുന്നത്. ഒരു വണ്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ റൂമിൽ നിന്നൊക്കെ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. എല്ലാവരും മേളിലുണ്ട്. ചൂടായതുകൊണ്ട് എല്ലാവർക്കും ഇറങ്ങാൻ ഭയങ്കര മടി. അപ്പം അതിൻ്റെ കാഴ്ചകൾ ഇനി കാണാം. മുരുടേശ്വരം ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളൊരു വൈകുന്നേര സമയത്താണ് ചെല്ലുന്നത്, നല്ല ടൈമാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് നോക്കാം എങ്ങനെയാണ്. ഫൈനലി നമ്മൾ മുരുടേശ്വരത്തെത്തി. ഒരുപാട് 1.5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. മടുത്തെടപാട് കയറുന്നു വണ്ടിക്കകത്തിരുന്ന്. ഒന്നുമില്ല, വേറെ ഹൈവേ അടക്കമല്ലേ. പക്ഷെ ഇവിടെ എത്തിയപ്പം വെയിൽ താന്നിട്ടില്ല, 4 മണി ആവുന്നേ ഉള്ളൂ. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേനും ചൂട് കുറഞ്ഞു. പക്ഷേ ഇവിടെ അടിപൊളിയാണ് കേട്ടോ. ചെറിയ എന്തോ പണി നടക്കുക ഈ കോവിലിൽ. പക്ഷേ എന്നെ മേളിൽ കയറാമെന്നൊക്കെ പറയാം. നമുക്ക് നോക്കാം. എല്ലാവരും അങ്ങോട്ട് പോയിട്ടുണ്ട്. വെയിലായതുകൊണ്ട് ആർക്കും വെയിലത്തിക്കാൻ പറ്റൂലല്ലോ. സൂപ്പർ സ്ഥലം, കടൽ തീരമാണല്ലോ, എല്ലാവർക്കും അറിയാം മുരുടേശ്വരം എന്ന് പറഞ്ഞാൽ. അവിടെ എന്തോ പണി നടക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ ഒരുപാടുണ്ട്. തിരക്കിന് കുറവൊന്നുമില്ല എന്തുണ്ടായാലും. അത് ലിഫ്റ്റ് കയറാനുള്ള ആൾക്കാരെ തിരക്കാണ്. ലിഫ്റ്റ് കയറിയാൽ ഇതിൻ്റെ ടോപ്പിൽ ചെല്ലാൻ പറ്റും. നമ്മൾ കുറച്ചിന് കയറാന്ന് വെച്ചു. ആദ്യം അമ്പലത്തിനുള്ളിലേക്ക് കയറാന്ന് വെച്ചു. ഇതുവരെ അങ്ങോട്ട് പോവുക. ഇവിടെ റിനോവേഷൻ നടക്കുക, അതുകൊണ്ട് ഭയങ്കര അലമ്പാണ് ഇവിടെ. ഈ പണിക്കാരും ഭയങ്കര ഈ കൺസ്ട്രക്ഷൻ്റെ കുറേ സാധനങ്ങളും ഒക്കെ ആയിട്ട്. നമ്മൾ കയറാൻ വേണ്ടി നിന്ന് ഇത്രയും ക്യൂ ഉണ്ടെന്ന് വിചാരിച്ചില്ല. അവിടെ വരെ ക്യൂ ഉണ്ട്. പെട്ടെന്ന് തീരുമാനിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ സ്റ്റേഷനിൽ ഇറങ്ങിക്കൊണ്ടിരുന്നു. അടുത്തല്ല. നമ്മൾ മേളിൽ ശിവനെ കാണാൻ എത്തി. ശിവനെ കാണാൻ ഇതാണ് ശിവൻ. കണ്ടോ, ഒരു സാധനം കാണിച്ചാലേ. ഇത് കണ്ടോ, ബീച്ചാ. എത്ര ആളാന്ന് നോക്കി. അടിപൊളി വ്യൂ അല്ലേ. ടെമ്പിൾ. ബാക്കിൽ നമ്മുടെ ശിവൻ. നമ്മളെന്തായാലും കാണാൻ വേണ്ടി മേലോട്ട് കയറുക. വലിയ പൊക്കമൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെയല്ല, സ്റ്റെപ്പുണ്ട്. ഇവിടെ ഒരാൾ കിടക്കണം. വലിയ പരിചയമില്ലെന്ന് തോന്നുന്നു. കണ്ടോ എന്ത് സൂപ്പറാന്ന് നോക്കിയ സാധനം. ഇത് ശരിക്കും നമ്മൾ വീഡിയോക്കകത്ത് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ല. ഭയങ്കര സൈസുണ്ട്. ഭയങ്കര സൈസ് എന്ന് വെച്ചാൽ ഭയങ്കര സൈസ്. നമുക്ക് ഇവിടെ വരുമ്പോൾ അതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാവത്തുള്ളൂ. ഒരു വലിയ നന്ദിയുണ്ട് അകത്ത്. നോക്കട്ടെ. ഇപ്പം അതിൻ്റെ ബേസ്മെൻറ്റിലെത്തി നമ്മൾ. അതിൻ്റെ തൊട്ടടുത്ത് എത്തി. എവിടെ ഇനി എങ്ങനെയൊന്നും അറിയില്ല. നോക്കട്ടെ. നമ്മുടെ പോയ ആൾക്കാരൊക്കെ എത്തിയാണ്. നമ്മുടെ ബ്ലോഗർമാരെ പരിചയപ്പെടുത്തിയില്ലായിരുന്നു. ഇതറിയാലോ, നമ്മുടെ ജെഎസ് വെറൈറ്റി വ്ളോഗ്സ്. നമ്മളിപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആള്. അടുത്ത ആളുണ്ട്. അടുത്ത ആളെ കാണിച്ചാലോ. ഇതടുത്ത് അജിത നായർ വെറൈറ്റി വ്ളോഗ്സ്. അവർ നമ്മുടെ ജെഎസ് വെറൈറ്റി വ്ളോഗ്സ് പോലെ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന അടുത്ത യൂട്യൂബറാണ്. നമ്മളെപ്പോലെ ഒന്നുമല്ല, ഭയങ്കര മുന്നേറ്റമുള്ളവരാ. പിന്നെ നമ്മുടെ ഉള്ളത് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അവരുടെ എല്ലാവരും കയറി ചെക്ക് ചെയ്യണം. നല്ല ചാനലാണ്. ഹായ് ഗൈസ്, അവൻ പറഞ്ഞ പോലെ നമ്മൾ മുരുടേശ്വരിൽ എത്തിയിരിക്കുകയാണ്. ഇവനെ കുറെ ബിസി ആയിരുന്നു, ചുമ്മാ നടക്കുമായിരുന്നു. ബിസിയൊന്നുമല്ല. നമ്മൾ ശിവന്റെ താഴെ നിൽക്കുന്നത്. ഇതുണ്ടോ വേണ്ട, ശിവൻ കുറച്ചും കൂടെ കിട്ടത്തില്ല. വേണ്ട നിൽക്കുന്നു. സൈസ് എന്ന് വെച്ചാൽ ഭയങ്കര സൈസ് അല്ലടാ. നമ്മുടെ വീഡിയോക്കകത്ത് കാണുന്നതല്ല, തൊട്ടടുത്ത് ചെല്ലുമ്പോൾ ഭയങ്കര സൈസാ. അടിപൊളിയാട്ടോ. ഇവിടുത്തെ ബീച്ചിന്റെ വ്യൂ എല്ലാം അടിപൊളിയാ. ഭയങ്കര ചൂടാണ്. അതെ, ഭയങ്കര ചൂടാണ്. പക്ഷേ ഈ സമയത്ത് കുറച്ച് കുറവുണ്ടടാ. ഇതാണ് ബീച്ച്. അടിപൊളിയല്ലേ.
ആ സൈഡിൽ ആൾ കുറവാണ്. അപ്പുറത്തെ സൈഡിൽ ഞാൻ മുമ്പേ കാണിച്ചില്ല, അവിടെയാണ് ആൾക്കാർ കൂടുതൽ. പിന്നെ ഇത് ശിവൻ കണ്ട സൂപ്പറാണേ. ഇവിടെ അടുത്ത് വന്നാലേ ഭയങ്കര വലുപ്പമാണ്. ഇതിന്റെ ചുറ്റും നമുക്ക് നടക്കാം അപ്പുറത്ത് വരെ. ഇതിന്റെ റൗണ്ട് അടിച്ച് അകത്ത് കയറാം. ഗുഹയുണ്ട് ഇവിടെ. ഇതിന്റെ പാസ് എടുത്ത് കഴിഞ്ഞാൽ കയറാം. നമ്മൾ ചിലപ്പോൾ കയറുമായിരിക്കും, നോക്കട്ടെ. ഇതിന്റെ ബാക്ക് സൈഡിലെത്തി. ബാക്ക് സൈഡിലുണ്ടോ? പക്ഷെ ഇത് വീഡിയോയ്ക്ക് അത് കണ്ടാൽ മനസ്സിലാവില്ല ഇതിൻ്റെ ഒരു വലിപ്പം. നമുക്ക് വലിപ്പമുണ്ടെന്ന് മനസ്സിലാവും, പക്ഷെ അതിൻ്റെ ഒരു ഭീകരത എന്ന് പറയില്ലേ, പക്ഷെ എനിക്കറിയില്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഭയങ്കര വലിപ്പമാണ്. പക്ഷെ ഇത് ചെയ്ത് ചെയ്താലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ചെയ്ത ആൾക്ക് നമ്മുടെ കേരളത്തിലുണ്ട് ആഴിമല, പക്ഷെ അത് ഇത്ര വലിപ്പമില്ല. പക്ഷെ അത് ഭയങ്കര പെർഫെക്ഷനായി. ഇതിന് അത്ര പെർഫെക്ഷൻ ഒന്നുമില്ല, പക്ഷെ ഇത് പഴയതല്ല, അതുകൊണ്ടായിരിക്കും ആ വലിപ്പം ഭയങ്കര. അതുകൊണ്ട് തന്നെ പിന്നെ ബീച്ചും ഈ ടെമ്പിൾ ശരിക്കും ഒരു ശിവൻ്റെ പ്രതിമ മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇപ്പം ഇത് കാണാൻ മെയിനായിട്ട് ആൾക്കാർ വരുന്നത്. ഇവിടെ എന്തോ ചെതലാണോ? എന്തോ ചെതൽ പോലെ ഇരിക്കുന്നത്. ചെതലാണോ ഇനി അറിയത്തില്ല. അതിൻ്റെ സൈഡ് ഇത് ബാക്കോട്ട് നമ്മളിങ്ങനെ ചുറ്റി വരുന്ന. താഴെ പോയി കഴിഞ്ഞാൽ ദൂരെ കാണാൻ ബീച്ച്. അവിടെ ഭയങ്കര തിരക്കാട്ടോ. ആ കിടക്കുന്ന എല്ലാം ടൂറിസ്റ്റുകളുടെ വണ്ടിയാണ്. ബീച്ചിൽ ഒരു വണ്ടി കൊണ്ടുവരാൻ പറ്റുമോ അതെനിക്ക് മനസ്സിലായില്ല. ഇത് എല്ലാവരും ഞാൻ മുമ്പേ കാണിച്ച ഓപ്പോസിറ്റ് സൈഡിൽ ഇല്ല, കുറവാണ്. ഇവിടെയാണ് ആൾക്കാർ കൂടുതൽ. ഏതായാലും ഇവിടെ വരുമ്പം ഇങ്ങോട്ട് വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും എല്ലാവരും. കാരണം കാണാൻ ഒരു സാധനമാണ്. സാധനം മീൻസ് കാണാൻ ഒരു പ്രതിമയാണിത്. നമ്മളെന്തായാലും ഗുഹയ്ക്കകത്തുനിന്ന് കയറാന്ന് വെച്ച് പാസ് എടുത്തിട്ടുണ്ട്. എത്രയെന്ന് അറിയില്ല. അതിൻ്റെ അടുത്ത് കയറി നോക്കട്ടെ അതിനകത്ത് എന്താ ഉള്ളതെന്ന്. അമ്പലത്തിൻ്റെ താഴെ തന്നെയാണ്, ബേസ്മെന്റിൽ തന്നെയാണ് ഗുഹ എന്ന് പറയുന്നത്. കയറി നോക്കാം. നമ്മൾ ഗുഹയ്ക്കകത്ത് കയറി. ആക്ച്വലി ഇതിനകത്ത് കയറുമ്പോൾ രാമായണത്തെ പറ്റി എന്തോ സ്റ്റോറി പറഞ്ഞു. ഇവിടുത്തെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ശിവലിംഗം, പിന്നെ നമ്മുടെ രാമായണത്തെ ബേസ് ചെയ്തുള്ള എന്തോ ആണ്. രാമേശ്വരം എന്തോ എഴുതിയിട്ടുണ്ട്. രാമനും സീതയും ലക്ഷ്മണനും ഉണ്ട് അവിടെ ഒരു ശിവലിംഗത്തിൻ്റെ കൂടെ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ പ്രതിമകളൊക്കെ ഉണ്ട്. അവിടുത്തെ ഇവിടെ വിഷ്ണുവിൻ്റേത്, പിന്നെ ഇവിടെ ഇവിടെയാണെങ്കിൽ ഇത് മല പൊക്കിക്കൊണ്ടിങ്ങനെ രാവണൻ പോകുന്നത്. അത്രേ ഉള്ളെന്ന് തോന്നുന്നു. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മേളിലാട്ടോ മല ശിവൻ ഇരിക്കുന്നത്. ഈ താഴെ ഇത് ഞാൻ പറഞ്ഞില്ല രാമനെ പറ്റിയുള്ളതാണ്. അപ്പം അതിനെ ബേസ് ചെയ്തുള്ള സ്റ്റോറീസ് എന്തൊക്കെയാണ്. ഇവിടെ എന്തോ ഓഡിയോ ഉണ്ട്, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല, കേട്ടില്ല അതിൻ്റെ കാര്യം. അതൊക്കെ തന്നെ ഇവിടെ ഉള്ളത് ഓരോരോ അതിനെ ബേസ് ചെയ്തുള്ള സ്റ്റോറീസാണ്. അവർ ഫ്രണ്ടിലോട്ട് നടന്ന് നമ്മളങ്ങോട്ട് പോവാം. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇവിടുന്ന് ഇറങ്ങുക. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കയറേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. അതായത് ഇങ്ങനെ സ്റ്റോറീസ് അറിയാനുള്ളവർക്ക് മാത്രം ഇവിടെ കയറിയാൽ മതി, അല്ലാതെ വലിയായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല ഇവിടെ. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കയറേണ്ട കാര്യമുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ ഇങ്ങനെ സ്റ്റോറീസൊക്കെ കാണാനാണെങ്കിൽ മാത്രം കയറിയാൽ മതി. പ്രതിമകളൊക്കെ ഉണ്ട്, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. പെട്ടെന്ന് ഇറങ്ങും. ചെറിയ റൗണ്ടേ ഉള്ളൂ. കുറേ ശില്പങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് കണ്ട സ്റ്റോറി മനസ്സിലാക്കിയിട്ട്. പിന്നെ ഇവരെല്ലാം ഈ കന്നഡയിൽ എഴുതി വെക്കത്തുള്ളൂ, ഇംഗ്ലീഷിലൊന്നും എഴുതത്തില്ല. അപ്പോൾ നമുക്കതുകൊണ്ട് മനസ്സിലാകത്തുമില്ല. അതിലും ഭേദം പുറത്തേക്ക്. അതിൻ്റെ തേസിയാണ്, ത്രേസിയില്ല, എന്നാലും തണുപ്പുണ്ട്. പിന്നെ അതിലും ഭേദം ഇവിടെ തന്നെ നിൽക്കണം. നമ്മളിവിടുന്ന് ഇറങ്ങുക. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഉടുപ്പിയില്ല, നമ്മുടെ സ്റ്റേ ഉടുപ്പിയിലോട്ട് പോവുക. ഇവിടെ എല്ലാം കണ്ടു, എല്ലാവരും കണ്ടു. എന്തൊക്കെ ഒറ്റയ്ക്ക് വ്ളോഗ് ചെയ്യുവാണ്, ഞാൻ ഓടുവാണ്. അതെ, അതുകൊണ്ടാണ് അറിയാമല്ലോ അവസ്ഥ. എന്നാലും അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയിട്ട് ഇനി ഉടുപ്പിക്ക് പോവാ. 2 മണിക്കൂറുണ്ട്. പെട്ടെന്നെത്തും. 106 കിലോമീറ്റർ 2 മണിക്കൂർ എന്നാണ് ഇവർ പറയുന്നത്. ഒന്നുകൂടെ ശിവനെ കണ്ടു. ശിവനും ചേട്ടാ ശിവ മേലുണ്ട്. കണ്ടു കുറെ കണ്ടിട്ടുണ്ട്. ശിവ ബൈ. ലാസ്റ്റ് ടൈം ഒന്നുകൂടെ കണ്ടേക്കാം. ശിവനോടും ഇവിടെ പറഞ്ഞത് കൊണ്ട് നമ്മൾ ഇറങ്ങുകയാണ്. എല്ലാവരും വരുവാണെങ്കിൽ ഒരു ഈവനിങ് ടൈമിൽ വരണം, അതായിരിക്കും ബെസ്റ്റ് കാര്യം. വെയിൽ താഴ്ന്ന സമയം. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാം. അതാണ് പിന്നെ ചൂട്, അതാണ് പ്രശ്നം. മെയിൻലി ചൂട് കുറവാണ് വൈകുന്നേരമാണേലും. കറക്റ്റാണ് സ്ഥലം വരുന്നത്. എല്ലാവരും വരിക.
പിന്നെ ആ ഗോപുരത്തിൻ്റെ മുകളിലൊന്നും കയറിയില്ല, സമയമില്ല എന്നല്ല, നമ്മളാർക്കും താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ട് കയറിയില്ല. ഫാമിലിയുടെ കൂടെ അല്ലേ വന്നത്, അതിൻ്റെ ഒരു എല്ലാവർക്കും ഒരു മടിയായിരുന്നു കയറാനൊക്കെ, മടുപ്പായിരുന്നു. അതുകൊണ്ട് ബാക്കിൽ ശിവ നിൽക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഗോപുരം. അതിൻ്റെ അകത്ത് ആക്ച്വലി ഒന്നുമില്ല കേട്ടോ, അതിൻ്റെ അകത്ത് ടവർ പോലെ തന്നെ, അതിൻ്റെ മേളിൽ കയറാമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എല്ലാവരും ഈ ബീച്ചാണ് കാണുന്നത്, കണ്ടോ? എല്ലാവരും അതിൻ്റെ അകത്തോട്ട് കുളിക്കുന്നു, എന്തൊക്കെയാണോ കാണിക്കുന്നത്, ഇത്ര തിരക്ക്, എല്ലാവരും അതിൻ്റെ അകത്തോട്ടോ. എനിക്ക് തോന്നി ശിവൻ്റെ അടുത്തൊക്കെ കൂടുതൽ ആൾക്കാർ അവിടെയാണ്. അങ്ങനെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം നമ്മൾ വേറൊരു പരിപാടി ചെയ്യാമെന്ന് വെച്ച്, അതായത് ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട് ബീച്ചിൽ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് കണ്ടപ്പോൾ കയറണം എന്ന് തോന്നി, ഇത് നമുക്ക് കയറാമെന്ന് വെച്ച് കയറി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. വെയിലൊക്കെ താന്ന് കേട്ടോ, ചൂടൊക്കെ കുറഞ്ഞു, നല്ല സുഖമാണ് ഇവിടെ, കാറ്റൊക്കെ ഉണ്ട്. നമ്മുടെ ശിവൻ ഇരിക്കുന്നു, എല്ലാവരും അവിടെ നിൽപ്പുണ്ട്, പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മളിത് കയറാൻ വേണ്ടി ഒരാൾക്ക് 100 രൂപയാണ്. അപ്പം കുറച്ച് ലൈഫ് ജാക്കറ്റേ ഉള്ളൂ, പോയി വരുന്നവർ ഊരിയിട്ട് വേണം നമുക്കിടാൻ. അതെ അതെ, ഊരിന്ന് കാണാൻ വേണ്ടി. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ കയറി. ഇവിടെ വലിയ തിരയില്ല, അതുകൊണ്ട് വലിയ പ്രശ്നമില്ലേ. നമ്മളിവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരയാണ്, അതുകൊണ്ട് പ്രശ്നമാണ് ഇവിടെ. അതുകൊണ്ട് അങ്ങനെ വീഴത്തില്ലായിരിക്കും പ്രതീക്ഷിക്കുന്നു. അങ്ങ് ഏറ്റവും ചെല്ലുമ്പോൾ അറിയാം, അവിടെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. നമ്മൾ 6 പേരേ ഉള്ളൂ കയറിയിരിക്കുന്നത്. അത്ര എളുപ്പമല്ല കേട്ടോ നിൽക്കുന്നത്, തിരയുണ്ട് അത്യാവശ്യം. കുഴപ്പമില്ല, കയറെ പിടിച്ചിട്ട് പോയാൽ മതി. അങ്ങനെ ഇപ്പം നിൽക്കുന്നത്. അമ്മേ പോയി. എല്ലാവരും പിടിച്ച് പോകുന്നുണ്ട്, വലിയ കുഴപ്പമില്ല കേട്ടോ, എന്നാലും കുറച്ച് പാടാ. നടന്ന് നോക്കാം അവിടെ. എല്ലാവരും ഇതാണ് കെട്ടിപ്പിടിച്ചൊക്കെ പോകുന്നത്. ബീച്ചിൽ ആൾക്കാരുണ്ട് കേട്ടോ, അവിടെ ഒരുപാട് പേര് അവിടെ കുളിക്കുന്നുണ്ട് കേട്ടോ, അത്ര പേര് ഇറങ്ങി കുളിക്കുന്നുണ്ട്. എനിക്കത് വേവ്സ് അത്ര ഡേഞ്ചർ അല്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് തോന്നുന്നു. ഒന്നുമില്ല, നമ്മൾ പ്രൊഫഷണൽ സ്വിമ്മേഴ്സ് ആയതുകൊണ്ട്. അതെ, അതുകൊണ്ടാണ് ജാക്കറ്റ് ഒക്കെ നടക്കുന്നത്. അവര് തരുമ്പോ പിന്നെ വേണം, വേണ്ടത് എങ്ങനെ വേണ്ടെന്ന് പറയുന്നല്ലേ. ചെറിയൊരു പറഞ്ഞപ്പോ ഒക്കെ തീർന്നു. എന്നാലും അവിടെ എന്നെ ഓവർടേക്ക് ആൾക്കാരൊക്കെ, ഞാനിവിടെ വീട്ടെടുത്തോണ്ടിരിക്കുന്നു. നമ്മളെ നടന്നത് ഇത്ര ദൂരം എത്തി, ഞാനതൊക്കെ കണ്ടില്ല കേട്ടോ നടന്നു കഴിഞ്ഞപ്പോൾ. എന്നാലും വലിയ കുഴപ്പമില്ല, ഇവിടെ ആഴമുണ്ട്, എന്നാലും അറിയില്ല കേട്ടോ. നമ്മൾ നടന്നേ ഇത്ര ദൂരം എത്തി, വീഡിയോ എടുത്തതിനിടയ്ക്ക് മറന്നുപോയി ആ കാര്യം. ഇവിടെയൊക്കെ ആഴമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, പക്ഷെ അവിടെയൊക്കെ ആൾക്കാർ കുളിക്കുന്നുണ്ടെന്ന്, അതുകൊണ്ട് അറിയില്ല. വലിയ വേവ്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ വലിയ ഡേഞ്ചർ അല്ലാന്ന് തോന്നുന്നു. അതായത് നമ്മൾ വീഴുന്ന പോലെ ഒന്നും പ്രശ്നമൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് ബാലൻസ് നിന്നാൽ മതി, പിടിച്ചില്ലേലും നിൽക്കും. എന്നാലും സേഫ്റ്റി പിടിച്ചെങ്കിൽ നമ്മി ഇവിടെ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കൂട്ടാതെ എല്ലാവരും പോകുന്നുണ്ട്, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. വലിയ പ്രശ്നമില്ല കേട്ടോ, നമുക്ക് നടക്കാം, സ്പീഡിൽ നടക്കാം. അത്ര വലിയ വേവ്സ് വരുന്നൊന്നും ഇല്ല ഇവിടെ, അതുകൊണ്ട് 100 രൂപയ്ക്ക് നല്ല കേട്ടോ. കാരണം ഇത്ര ലെങ്ത് ഉണ്ട്, എനിക്ക് ഒന്ന് വേറെ ഒരിടത്ത് ഇത്ര ലെങ്ത് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഉണ്ട്, പെട്ടെന്ന് കിട്ടുന്നുണ്ട്. വലിയ വേവ്, സൂപ്പർ. ഇങ്ങനെ ജസ്റ്റ് വേവ് വന്ന് പോകുന്നുള്ളൂ, അപ്പം അങ്ങോട്ടും ഇങ്ങോട്ട് സൈഡിലോട്ടൊന്നും മാറുന്നൊന്നുമില്ലേ, വലിയ കുഴപ്പമില്ല. അവിടെ കണ്ട അവിടെ ഒരുപാട് പേര് നിൽപ്പുണ്ട്, നോക്കിക്കൊണ്ട്. നമ്മളെല്ലാവരും വന്ന് ഡാൻസ് കളിച്ചോണ്ട് നിൽക്കുന്നു ഇവിടെ. നമ്മുടെ കടലിലെ ഏകദേശം പകുതി വരെ എത്തി, പകുതി ഇല്ല എന്നാലും നടന്നു. പെട്ടെന്ന് തിരയുടെ വലിപ്പം കൂടി, എല്ലാവരും ഒന്ന് പേടിച്ചു കേട്ടോ. 2-3 വേവ്സ് അങ്ങനെ വന്നിട്ട് പോയി. അപ്പോൾ നമ്മുടെ സേഫ്റ്റി അനുസരിച്ച് എത്രയും പെട്ടെന്ന് നമുക്ക് പോകുന്നു, എത്രയും പെട്ടെന്ന് അവിടെ പോയി പോവാം. അമ്മേ, ചെറുതായിട്ട് എല്ലാവരും ജീവൻ പോയി കേട്ടോ, വലിയ വേവ് വരുന്നു. പിടിച്ചിരിക്കടാ, എന്നെ പിടിക്കാനല്ല.
കണ്ട് നമ്മൾ ഏകദേശം കരയ്ക്ക് എത്തി. ഈ ഒരു രക്ഷപ്പെട്ട് വലിയ തരം വന്നപ്പോൾ എല്ലാവരും ഒന്ന് പേടിച്ചു കേട്ടോ. കാര്യം ഭയങ്കരമായിട്ട് നമ്മൾ പൊങ്ങിപ്പോയി. ബാലൻസ് ഒക്കെ പൊന്നില്ല. ഞാനൊന്ന് വീഴാൻ തുടങ്ങിയൊക്കെ ചെയ്തവിടെ. അതുകൊണ്ട് അധികം നേരം നിൽക്കുന്ന നല്ലതല്ല. പിന്നെ തലകറങ്ങുന്നതൊക്കെ തോന്നും. അതിങ്ങനെ വേവ്സ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അവൻ അമ്മൂമ്മയെ കൊണ്ടിരുന്ന കാര്യമൊക്കെ പറയുന്നു. അമ്മ പിന്നെ ഭയങ്കര ഓളം കേട്ടോ. അമ്മൂമ്മ എവിടെ വിളിച്ചാലും വരും. പക്ഷെ ഇന്ന് കാല് വയ്യാത്തന്നെ വന്നില്ല ഈ പ്രാവശ്യം. എന്തായാലും പരിപാടി കഴിഞ്ഞു. നമുക്കിനി ഇറങ്ങാം. അങ്ങനെ നമ്മൾ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി. ബീച്ചിൽ പോയി ഫ്ലോട്ടിംഗ് ബീച്ചിലൊക്കെ ഇറങ്ങി. എന്തൊക്കെ അവിടെ നിന്ന് കഴിച്ച് നമ്മളിപ്പോൾ വ്ളോഗ് എന്ത് ചെയ്യാൻ പോകണം അടുത്ത്. ഇനിയിപ്പോൾ നാളെ നമുക്ക് അടുത്ത വിശേഷങ്ങളുമായി കാണാം. ബൈ ബൈ.